ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവേ 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 ഡാ മോനെ വിഷ്ണു മോനെ വിഷ്ണു മോനെ വിഷ്ണു മോനെ വിഷ്ണു മോനെ വിഷ്ണു ഡാ വിഷ്ണുവേ നീ ഇതോടെ പോവാ? എടോ ദാഹിക്കുന്നുണ്ടല്ലോ, വെള്ളം കുടിക്കണം. സോഡാ നാരങ്ങ വെള്ളം കുടിച്ചാ മതിയോ? ആ വാങ്ങീര്, സോഡാ നാരങ്ങ എങ്കിൽ സോഡാ നാരങ്ങ. സാറതാ അങ്ങോട്ടിരിക്കും. ആ ആ ആ 2 നാരങ്ങ വെള്ളം. ഈ ചെറുക്കൈ ഇതോടെ പോയി കിടക്കോടോ. ചുമ്മാ വിഷ്ണു കുഞ്ഞ് വരും സാറേ. സാർ ഇവിടെ ഇരിക്കും. ഞാനിപ്പം വെള്ളം വാങ്ങിച്ചോണ്ട് വരാം. ഇങ്ങോട്ട് വരട്ടെ, നല്ല വർത്താനം പറയുന്നുണ്ട്. ദാ സാറേ. അതെ വിഷ്ണു, ഈ വഴിക്കൊരു ഇയാള് പറഞ്ഞേ. ആ അതെ അതെ. ഇടയ്ക്ക് റോഡിലേക്കൊന്ന് നോക്കിയേക്കണേ, നമ്മളെ കടന്നു പോരുതല്ലോ. അതല്ല ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ടേ 1-2 വർത്താനോട് എനിക്ക് പറയാനുണ്ട്. എന്തോടോ ഇത്? ഇതിന് മധുരമൊന്നുമില്ല. സാറേ, സാറിന് മധുരം കൂടുതൽ കഴിച്ചുകൂടല്ലോ. ഇയാളോട് തുറന്നാ പറഞ്ഞേ, പോയി മധുരമുണ്ടോ? ആ ഇയാള് പോയി മധുരമുണ്ടോ? അത് വിഷ്ണു അല്ലയോ? അവനാണല്ലേ. വിഷ്ണു എടാ വിഷ്ണു, എടാ വിഷ്ണുവേ, എടാ എനിക്ക് നടക്കാൻ വയ്യടാ. ചേടാ, ഈ നിപ്പിത് എവിടെ പോയി? രാഘവ് സാറേ, രാഘവ് സാറേ. ചേടാ, ഇത് എവിടെ പോയി? എന്താ? എന്തു പറ്റി? എന്റെ കൂടെ ഇവിടെ വന്നിരുന്ന ആളിനെ കാണുന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയായിരിക്കും ചേട്ടാ. അത് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. ദാ ഇതൊന്ന് പിടിക്ക്. രാഘവ് സാറേ, രാഘവ് സാറേ, രാഘവ് സാറേ, രാഘവ് സാറേ. വിഷ്ണു, മക്കളെ, ഇതോടെ പോവോ? വിഷ്ണു മോനെ, മക്കളെ, എടാ എനിക്ക് നടക്കാൻ പേടെടുക്ക. ഇതോടെ പോവോ? എടാ വിഷ്ണു, വിഷ്ണുവേ 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 ഡാ മോനെ വിഷ്ണു, മോനെ വിഷ്ണു, മോനെ വിഷ്ണു, മോനെ വിഷ്ണു, മോനെ വിഷ്ണു. ഡാ വിഷ്ണുവേ, നീ ഇതോടെ പോവാ? എന്ത് പോക്കാടാ ഇത്? എനിക്ക് സുഖമില്ലാത്തെന്ന് അറിയാൻ പാടില്ല നിനക്ക്? എന്നെ ഇങ്ങോട്ട് ഓടിക്കാവോടാ? എടാ മക്കളെ, നീ എവിടെ ആയിരുന്നടാ? നിന്നെ എവിടേക്ക് അന്വേഷിച്ച്? എനിക്കറിയായിരുന്നോടാ നിനക്ക് ഈ നാട്ടിൽ നിന്ന് ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ലെന്ന്. അതെ, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. എന്തുടാ നിങ്ങളെന്നോ? ആള് തെറ്റിയെന്നോ? എനിക്കാ?
എടാ ഞാൻ നിന്റെ അച്ഛനാടാ, രാഘവൻ നായര്. നീ എന്റെ മോൻ വിഷ്ണു. ആ ദേ, ചുമ്മാ നാട് കളിക്കാതെ വിടോ, വിടോ. അല്ല, ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണു അല്ല. ഏ? എനിക്ക് നിങ്ങളെ അറിയുകയില്ല. ദേ, കളി നിർത്തിക്കോ കേട്ടോ. എടാ, അമ്മ അവിടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചേ നീ ഇങ്ങനെ വീട് നാട് വിട്ട് നടക്കേണ്ട കാര്യമല്ല ഉണ്ടോടാ വിഷ്ണു? എടാ, എന്ത് കാര്യം ഉണ്ടെങ്കിലേ നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണ്ടല്ലോടാ. അതെ, നീ ഇനൊന്നും പറയണ്ട, എന്നെ വീട്ടിലോട്ട് വന്നാ മതി. വാ വിട്. ഇങ്ങോട്ട് വാ. ചേടാ, ഇതിപ്പോ പറഞ്ഞു തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ, വീട്ടിൽ പാ. അയ്യോ, ഞാൻ നിങ്ങളുടെ മകനല്ല. ദേ, വിട്. ഞാൻ ഒറ്റ അടി വെച്ചിരും കേട്ടോ. നീ ഇങ്ങോട്ട് പോടാ. എന്നെ വിട്ടിട്ട് അങ്ങനെ പാനെ ഇനി നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്നോട് വന്നാ മതി. വാ വാ. ഒരാളുമില്ലല്ലോ ഒന്ന് സഹായിക്കാൻ. ഇതിപ്പോ എന്താ ചെയ്യാ? അയ്യോ ചേട്ടാ. എടാ, എന്റെ കാര്യം പോട്ടെ. എടാ, നിന്റെ ഭാര്യ, നിന്റെ പിള്ളേര്, എടാ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിന്റെ അമ്മ. എടാ, ഇവരെല്ലാം മറന്നോണ്ടാ നീ നടക്കുന്നതേ. ദേ, ഒരു കുടുംബത്തെ മുഴുവൻ മറന്നോണ്ടാ. ആ ആ. അയ്യോ ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ. രാഘവ സാറേ. അച്ഛാ, അച്ഛന്റെ മകൻ വിഷ്ണു അല്ല ഞാൻ. എന്റെ പേര് ശിവനെന്നാ. അച്ഛന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? അച്ഛൻ ഒറ്റയ്ക്കാണോ നടക്കുന്നേ? എന്തായാലും എനിക്ക് അച്ഛന്റെ കൂടെ ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എടാ, നീ ഞാൻ അച്ഛന്റെ മകനല്ല. അച്ഛൻ അത് മനസ്സിലാക്ക്. എവിടാ കൊണ്ടുവിടേണ്ടെന്ന് വെച്ചാ പറ, ഞാൻ കൊണ്ടാക്കാം. എന്നെ കൊണ്ടുവിടാനാ? എവിടെ കൊണ്ടുവിടാൻ? ഏ, എടാ, നമുക്ക് രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വാ. വാ വാ. ആടാ, ഇങ്ങോട്ടും വാ. വീട്. എടാ, നിന്നോട് വരാനാ പറഞ്ഞേ. ഒന്ന് വീട്. വിഷ്ണു, ഇങ്ങോട്ട് വാടാ. അയ്യോ. ആ മച്ചമ്പി, ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടേക്ക് തിരക്കിന്നറിയോ? വീട്. ഇവേത്? ഞാനാ, ഞാൻ കുട്ടി. കുട്ടിയാ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും മച്ചമ്പി. ആ, നമുക്ക് പോവാം. വാ, ദേ, വണ്ടിയിട്. ദേ, നീ അങ്ങോട്ട് പോ. വേഗം സ്റ്റാർട്ട് ചെയ്യും. എടാ, മക്കളെ. വീട്. എടാ, മക്കളെ. എടാ, വണ്ടി ഇടറാ. എടാ, മോനെ. അയ്യോ, വണ്ടി എടുത്ത്. മക്കളെ. എടാ, മക്കളെ. അയ്യോ അച്ഛാ. എടാ, മക്കളെ. എനിക്ക് വാ. അച്ഛാ. അച്ഛാ, പതിയെ പിടിക്കുന്നു. എഴുന്നേക്കച്ച. പതിയെ പതിയെ എഴുന്നേക്ക്. എടാ, മക്കളെ. എടാ, അച്ഛനെ വിട്ടിട്ട് പോലെടാ. അച്ഛൻ ഒറ്റയ്ക്കായി പോണ. മക്കളെ. രാഘവ സാറേ. വിട്ടിട്ട് പോലടാ. സാറേ, എന്താ എന്താ പറ്റി? സാറിന് ഞാൻ എവിടൊക്കെ തെരഞ്ഞു. ഇതുപോലെ ഒരാളെ ഒറ്റയ്ക്കാണോ ഏട്ടാ വിടുന്നേ? എന്നെ വിടുന്നില്ലായിരുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നതാ. വിഷ്ണു കുഞ്ഞിനെ കാണാതായതിനു ശേഷമാ രാഘവ സാറിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അല്ല, ആരായി വിഷ്ണു? വിഷ്ണു ഇപ്പൊ എവിടെയാ? അതൊരു കഥയാ.